പവിത്ര ഹലോ ഹലോ കേബിൾ ടി വി അല്ലേ? അതെ ചേട്ടാ ഇവിടെ ഓല വീണ്. അയ്യോ എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? അല്ല ആർക്കും ഒന്നും പറ്റില്ല ചേട്ടാ, ഓല നിങ്ങളുടെ കേബിളിലാണ് വീണത്. അത്രേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നിങ്ങൾ വേണമെങ്കിൽ ആ ഓലയൊക്കെ എടുത്തിട്ടേ വീട്ടിലേക്ക് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് മാറ്റിയിട്ടാ മതി. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ വന്നാലല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ. എന്നാ അഡ്രസ് പറ ചേട്ടാ. മറ്റേ വില്ലേജ് ഓഫീസിന്റെ പുറകിലെ കിണറില്ലേ? അതിന്റെ തൊട്ടപ്പുറത്തൊരു കടയില്ലേ? അതിന്റെ കിഴക്കോട്ടുള്ള ലൈനില്ലേ? അവിടെയാണ്. ഓക്കെ ഇപ്പൊ വരാം കേട്ടോ. ചേടാ, ഒരു ഓല സ്വന്തമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റില്ലാന്ന്. ഒരു ദിവസം കേബിൾ കണ്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഫ്ലോ അങ്ങോട്ട് പോയി. വേറെ വല്ലതും കാണാം. ഹലോ ചേട്ടാ. ഹലോ, സുപ്രഭാതം കേബിൾ വിഷനിലേക്ക് സ്വാഗതം. ആരാണ്? ചേട്ടാ, എന്റെ പേര് മഞ്ജിമ. നല്ല മഞ്ജുള്ള പേര്. ഹലോ മഞ്ജിമ, പറയൂ, എന്താണ് പ്രശ്നം? ചേട്ടാ, ഞങ്ങളുടെ ഇവിടെ ഗ്രെയിൻസ് പോലെ നിൽക്കുക, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗ്രെയിൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതെന്താണോ അങ്ങനെ പറ്റിയത്? കുഴപ്പമില്ല. എന്തായാലും മഞ്ജിമയുടെ അഡ്രസ് പറയൂ. മനോജ് വലിയ പറമ്പിൽ ഹൗസ്. മനോജ് വലിയ പറമ്പിലെ ഹൗസ്. മനോജ് അച്ഛനായിരിക്കും അല്ലേ? അതെ. ഓക്കെ. മഞ്ജിമയുടെ ഫേസ്ബുക്ക് ഐ ഡി, ഇൻസ്റ്റാഗ്രാം ഐ ഡി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതൊന്നുമില്ല. അതൊന്നുമില്ല അല്ലേ? ഓക്കെ. വെട്ടല് മാത്രമേ ഉള്ളൂ അതോ ഗ്രെയിൻസും വെട്ടലും കൂടിയിട്ടാണോ? രണ്ടും ഉണ്ട് ചേട്ടാ, വെട്ടി നിൽക്കുന്നുണ്ട്. ആണല്ലേ? എന്ത് കണ്ടോണ്ടിരിക്കായിരുന്നു നിങ്ങൾ ടി വിയിൽ? ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ കാണാൻ പറ്റുന്നില്ല ഇപ്പൊ. അശ്ശൂ, ലാലേട്ടനെയാണോ ഇഷ്ടം മമ്മൂക്കയാണോ ഇഷ്ടം? ഏറ്റില്ല. ആരാ വിളിച്ചേ? അതൊരു പെൺകുട്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുതലാളി അവിടെ ഇല്ലേ? മുതലാളി നന്നായിട്ട് പാട്ടൊക്കെ പാടുമല്ലോ, ആ പാട്ടൊന്നും എന്താ ഇപ്പൊ ടി വിയിൽ വരാതെ വല്ലാതെ മിസ് ചെയ്യണമെന്നൊക്കെ. അതിനിടക്ക് മമ്മൂട്ടി മോഹൻലാലിന്റെ കാര്യം പറയുന്നട്ടെ. അത് മുതലാളി ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്, മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ സിനിമയിൽ പാടിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു. ഒന്നും പറയണ്ടായിരുന്നു. ഇല്ല, ഒരു അവസരം കിട്ടിയ ഞാൻ സാറിനെ പൊക്കി പറയും. ഒന്നില്ലെങ്കിൽ ഞാൻ സാറിന്റെ കീഴിലല്ലേ ജോലി ചെയ്യുന്നത്. ആ കൂറ് ഞാൻ കാണിക്കും സാർ. സാറ് എന്ന് വിളിക്കണ്ട നീ. ഇല്ല, ഞാൻ വിളിക്കും. അത് അത്ര നിർബന്ധം. നീ മുതലാളി വിളിച്ചോ പോരെ. നിനക്കറിയോ, പണ്ട് നമ്മള് കോളേജ് ഡേക്ക് ഞാനൊരു പാട്ട് പാടിയായിരുന്നു. ചന്ദന ചോലയിൽ മുങ്ങി നീരാടുമൻ. അയ്യോ, ഈ പാട്ട് കേട്ടതും ആ കൊച്ചുണ്ടല്ലോ, ഡയാന ഫിലിപ്പ് എന്ന് പറഞ്ഞ കുട്ടി, അവള് നേരെ സ്റ്റേജിൽ വന്നിട്ട് ഒരു ചുവന്ന റോസാപ്പൂ എന്തോ അല്ലെ, മുരിക്കും പോവല്ല, ആ ഇടത്ത് ഏതെല്ലാം പോയതുകൊണ്ട് തോന്നിയാ. അതോടുകൂടി അപ്പൊ അവക്ക് കൂടുതലായിട്ട് ഹിന്ദി പാട്ടാ ഇഷ്ടം. ഹിന്ദി പാട്ട്. അപ്പൊ ഞാനൊരു അന്നൊരു പാട്ട് പാടായിരുന്നു, ഹിന്ദി പാട്ട്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. दो दिल मिल रहे हैं मगर चुपके चुपके അതന്നെ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അവളെ നെഞ്ചത്തിങ്ങനെ ചാരിക്കണം. എന്നിട്ട് എൻ്റെ കൈവിരലുകളൊക്കെ ഇങ്ങനെ തഴുകി തലോടി ഇങ്ങനെ വേറെ ലോകത്താ. ഇടക്കിടക്ക് ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഓ അതൊക്കെ പണ്ടത്തെ ഒരു കാലം. ഈ അടുത്ത കാലത്തുണ്ടല്ലോ, ഫേസ്ബുക്കിൽ ഞാൻ അവളെ നമ്പർ തപ്പിയിട്ട് ഒന്ന് വിളിച്ചാൽ വിളിച്ചില്ലായിരുന്നു. വിളിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മളെന്തോ പറഞ്ഞു? ഇല്ല, മുതലാളി ഒരു തവണ വിളിച്ചു, വാട്സപ്പ് കോൾ ചെയ്ത് ഈ ഫോണെന്നാ. ദാസപ്പാ അല്ല, ഇത് വേറെ കാര്യം പറഞ്ഞു. വിളിച്ചിട്ടില്ല. എന്നിട്ട് തോളിച്ചാരി ഇരുന്നിട്ട് ഡയാന കുര്യൻ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്താണ് ഇവള്? ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും പറഞ്ഞില്ല. കൈയിട്ട് പിടിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. എന്തോ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അല്ലേ, അങ്ങനെ എന്തോ ആയിരുന്നു. തഴുകി തലോടി. അത് തന്നെ, തഴുകി തലോടി. ദാസപ്പാ എന്തോ മോളെ ഒന്നുമില്ല. ഇവരോട് കുറച്ച് പണ്ടത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ ഇടയ്ക്ക് ജാടിയിടാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞ, വേറെ ഒന്നുമില്ല. അയ്യോ എന്തിനായ ഡയാനാന്ന് പറഞ്ഞ ഒരു ആളെ ഉണ്ടായിട്ടില്ലേ കോളേജിൽ? അല്ലേ ഉണ്ടായിരുന്നു. ഇല്ല, ഡയാന ഫിലിപ്പ്. ഡയാന ഫിലിപ്പ് നമ്മുടെ വേറെ ക്ലാസ്സിലായിരുന്നു. ദാസപ്പാ ഇല്ല, ഒന്നും ഉണ്ടായില്ല. മോള് പോയി ചൊല്ലു. എടാ, ഒരു മാസം നീ തുലച്ചില്ല എന്റെ. ഇനിയിപ്പോ 2 മാസം ഇവളെ പിന്നാലെ നടന്ന് ഞാൻ അഭ്യാസം നടത്തണം, എന്നാൽ ഇതിപ്പോ സെറ്റ് ആവുള്ളൂ. ഓ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ഇതാണ് പറയുന്നത്, കൂടെ പഠിച്ചവനെ പിടിച്ചിട്ട് പണിയിരുത്തിയാൽ ഇങ്ങനെ ഇരിക്കുന്നു. ചന്തു, അത് ഇത്തിരി കൂടുതലായി പോയി കേട്ടോ. നീ ചന്തു എന്ന് വിളിക്കണ്ടേ, ഇനി സാറെന്ന് മാത്രം വിളിച്ചാൽ മതി. സാർ മുതലാളി അത് മാത്രം വിളിച്ചാൽ മതി കേട്ടാ. ഓ, മിസ്റ്റർ റൂട്ട് പറമ്പിൽ ശശിമകൻ ചന്ദമോൻ. എന്താടാ
ഞാൻ സർ എന്ന് വിളിക്കണോ അതോ മുതലാളി എന്ന് വിളിക്കണോ? നീ രണ്ടും വിളിച്ചോ കേട്ടോ. ഓഹോ. ചെല്ല് ചെല്ല്. ഓടാർക്കെ. നീ ഇപ്പൊ എങ്ങനെ സെറ്റാക്കും ഞാൻ? പഴയ കാമുകിനോർത്തോട്ട് നടക്കുക. തോളിച്ചാരിയുള്ള കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിളിച്ചാണ് എന്നിട്ട് എന്റെ തലവട്ടം കണ്ടപ്പോ പ്ലേറ്റ് മാറ്റുന്നു. ഈ ഫേസ്ബുക്ക് ഒക്കെ കണ്ടവര് തല അടിച്ച് പൊളിക്കണം. കണ്ടവരൊക്കെ കാണാനും വിളിക്കാനും ഒക്കെ ഒരു സമാധാനം കളയാനായിട്ട്. അമ്മ എന്താ ചെയ്യുന്നേ? എടുത്ത പ്ലേറ്റ് തന്നെ വീണ്ടും വീണ്ടും എടുക്കുവാണോ? ഞാൻ തിരുതുകൊണ്ടാണ്. നിനക്കേ ഡയാനാന്ന് പേരിട്ടേണ്ടതായിരുന്നു. ആ എന്താ? അതങ്ങനെയാ. ഡേണ നല്ല കാര്യല്ലേ? അതെന്താ എനിക്ക് ഇതാണ്? നിന്റെ അച്ഛനോട് ചോദിക്കും. എന്തോ കുട്ടി. എന്താ? ഗുഡ് മോർണിംഗ്. അല്ല കാപ്പി ആയില്ലേ? കാപ്പിയാവുമ്പോ പറയാം. അല്ല ഈ മേരി ആന്റിക്ക് കുടുംബശ്രീ യോഗം വന്നാ നമുക്ക് വല്ല പാടാല്ലേ? നമ്മക്കല്ല, എനിക്ക്. അല്ല മൊത്തത്തിൽ പറഞ്ഞോളൂ. കഴിക്കാൻ സമയമാകുമ്പോ തരും. അച്ഛാ എനിക്കെന്താ ഡേനന്ന് പേരിടാനേ? ഡയാന. ഇതായിരുന്നു ഈ പേര് കിട്ടിയപ്പോ? അമ്മ പറഞ്ഞ അച്ഛൻ എനിക്ക് ഡയാന എന്ന് പേരിടാൻ വേണ്ടി ഇരിക്കുവന്നു. മോളെ പേര് നല്ല പേരല്ലേ, പൊന്നമ്പിളി. ഇത്ര നല്ല ക്യൂട്ടാണ്. അത് നമ്മൾ മുത്തച്ഛനിട്ടതാ. മുത്തച്ഛ ഇട്ടോണ്ടായിരിക്കും ഒരു പഞ്ഞ പേര്, പഞ്ഞമ്പിളി. മുത്തശ്ശനിട്ട പേരായോണ്ടാ, അല്ലെങ്കിൽ ഡേണ നല്ല സൂപ്പർ പേരായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛൻ എന്താ ഡേന എന്ന് പറയുമ്പോ ഒരു അലർജി? അച്ഛൻ എന്താ ഡേന കടിച്ചിട്ടുണ്ടോ? കടിച്ചു പാടായിരിക്കും. തോളിച്ചാരിയിരിക്കുമ്പോ കടിക്കാലോ. ഇത് ഉറുമ്പേ, ഉറുമ്പ്. മോളെ, അച്ഛന് ഡയാന എന്ന് പറയുമ്പോ പുറമേ മാത്രമേ അലർജി ഉള്ളൂ. ഉള്ളില് നല്ല നൊരഞ്ഞ് പൊന്തല്ലേ വീഞ്ഞ്. വീണെന്നോ? ആ, ഓർമ്മകളുടെ വീഞ്ഞേ. എന്തോ ഇത് കൂടുന്നുണ്ട് കേട്ടോ. മോള് ഒരു കാര്യം ചെയ്യ്, ദാസപ്പനെങ്കിൽ എന്താ ചെയ്യുന്നു നോക്കിട്ട് വാ. ദാസപ്പന അവളെ വായി നോക്കിയിരിക്കുന്നുണ്ട്. നീ ഒന്ന് പോയി നോക്ക്. എടി അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ, നീ വെറുതെ കൊച്ചു പിള്ളേരെ പോലെ ചുമ്മാ. പണ്ടൊന്നും അല്ല. എടോ കോളേജിനെ കഴിഞ്ഞ് എത്ര വർഷമായി? അപ്പൊ പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു. അത് നീ കേട്ടല്ലേ? അതെന്താ സമ്മതയോ, ദാസപ്പൻ ഈ കല്യാണം കഴിക്കാണ്ട് വരം നിറച്ചേക്കല്ലേ, ദാസപ്പൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചുമ്മാ അങ്ങ് പറഞ്ഞതാ. പഴയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കൊതിപ്പിച്ചതാ. ഞങ്ങൾക്കാണെങ്കിൽ 8 വയസ്സുള്ള കുട്ടിയായി, കല്യാണം കഴിച്ച് കുടുംബമുണ്ട്, സെറ്റപ്പുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒന്നൊരു കൊതി വന്നിട്ട് ഒരു കല്യാണം കഴിച്ചിട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കറിയാലോ, എനിക്കാണെങ്കിൽ ദാസപ്പനും ആകെ 2-3 പേരേ ഉള്ളൂ ഫ്രണ്ട്സായിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇടുന്ന ഈ നമ്പറിലും കിട്ടിയിട്ട് ആരെ വിളിക്കാനാ? ഇല്ല. അപ്പൊ പിന്നെ നമ്പർ കിട്ടിയില്ല. എൻ്റെ പൊന്നു, ഈ ഫേസ്ബുക്കിൽ ഏതെങ്കിലും പെമ്പിള്ളേർ നമ്പർ ഇടും, അങ്ങനെ ഇട്ടാൽ തന്നെ എന്തൊരു ശല്യമായിരിക്കും. അയ്യോ ഒന്നുമില്ല, നീ ഒന്ന് വിശ്വസിക്കൂ. വിശ്വസിച്ചു. ഇനി ഒന്ന് ചിരിച്ചാ നന്നായിട്ട്. അല്ല ചേച്ചി ചിരിക്ക്. നമ്പർ കിട്ടിയപ്പോ വിളിച്ചേനല്ലേ? നീ പുട്ടുണ്ടാക്ക് കേട്ടാ. ഒക്കെ പൊട്ടി തവിട് പൊടിയായി കിടക്കുക. എത്ര പറഞ്ഞാലും കുറച്ച് പുതിയ കേബിൾ മേടിക്കില്ല. മഴ ആയി കഴിഞ്ഞാൽ എന്നിട്ട് നാട്ടുകാർ മൊത്തം എന്നെ വിളിച്ച് തെറി. അതെ, നിന്റെ അച്ഛൻ എന്നെ തെറിയിപ്പിക്കാനാണോ പുതിയ കേബിൾ മേടിക്കാത്തെ? എന്താണ് മ്ലാങ്ങമൂകനായിട്ട്? എടാ ദുഷ്ട, നീ ഒരു സിഗ്നലറിന്റെ ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. മാധവൻ കുട്ടി അല്ലേ? ഞാൻ സിഗ്നലൊക്കെ തരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാ? ശരീരം എവിടെ മനസ്സൊത്തം കോളേജിൽ പൂത്തളിഞ്ഞ് നിൽക്കായിരുന്നില്ലേ ഒരു ഡയാന ഫിലിപ്പ്? ഇട്ടാണ്ടിരിക്കും, അവളങ്ങനെ കേട്ടാലുണ്ടല്ലോ പിന്നെ കത്തിച്ചാളെ. നല്ലോണം കിട്ടിയില്ലേ? എന്തും സഹിക്കും. ഈ പഴയ കാമുകിമാരെ വിളിച്ച് ഫോണിൽ ചൊല്ലിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു ബാധകര പിടിച്ചാ കിട്ടില്ല. പിന്നെ അല്ല, മുതലാളി ശരിക്കും ഡയാനനെ വിളിച്ചായിരുന്നോ? ഇല്ലെന്നേ, ഇല്ല. ഞാൻ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞല്ലേ. ഷോ കാണിച്ചാണല്ലേ? അപ്പൊ അങ്ങനെ തന്നെ വേണം. അപ്പൊ നീ വിശ്വസിച്ച് അല്ലേ? നോണ പറഞ്ഞാലും മനസ്സിലാവാത്ത കാള. എടാ അവിടെ നമ്പർ എന്റെ കയ്യിലുണ്ടോ? പിന്നെ ഞാൻ വിളിക്കും. നമ്പർ വേണോ? അവളോ നമ്പറൊക്കെ കിട്ടും. നമ്മുടെ കൂടെ പഠിച്ച മറ്റേ ജോസഫ് അലക്സിന്റെ അവന്റെ അളിയനാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ വഴി ഇങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് നമ്പർ കിട്ടി വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു സുഖമൊക്കെ കിട്ടും. ആണേ? വേണോ? കുടുംബം കലക്കാൻ വേണ്ടിട്ട് ഓരോന്ന്. ഇതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. സമാധാനമെങ്കിലും ഉണ്ടാവും ജീവിതത്തില്. സമാധാനം. എന്താ മോളെ? എനിക്ക് വലിയൊരു സംശയം കേട്ടോ. എന്താ വലിയ സംശയം? ഈ വണ്ടിക്ക് എന്താ 4 ചക്രം ഇല്ലാത്തെ? അത് നിന്റെ അച്ഛന്റെ പിശുക്ക്. അച്ഛാ
അച്ഛാ എന്റെ കൂടെ കക്ക് കളിക്കുവാ. അയ്യോ മോളെ എനിക്ക് പണിയുണ്ട്. പണിയൊക്കെ ദാസപ്പൻ ചെയ്തോളും. ആ അല്ലേലും അച്ഛനും മോളും കൂടി ദാസനിട്ട് പണി തരലാണല്ലോ പരിപാടികൾ മൊത്തം. പണികളേറ്റ് വാങ്ങാൻ ദാസപ്പന്റെ ജീവിതം പിന്നെയും ബാക്കി. ചന്തുവിന്റെ നീ മറ്റുള്ളവർക്ക് പണിയും കൊടുത്ത് ഇങ്ങനെ നിന്ന് കേട്ടോ. നീ ഇത് കണ്ടോ, 8 വയസ്സായി. എൻ്റെ മോക്ക് 8 വയസ്സായി. അവളെ ഒന്നിച്ച് ഇങ്ങനെ കളിച്ചും ചിരിച്ചും കളിക്കാനുള്ള യോഗം നിനക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവക്ക് കേട്ടോ. നമുക്ക് കളിക്കാം. ആ ഫ്ലോ അങ്ങ് പോയി. അല്ലേലും ഞാൻ ഇനി എന്ന് കല്യാണം കഴിക്കാനാണ്? ആ കൂടെ പഠിച്ച പെമ്പിള്ളേരുടെ മക്കളൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ദൈവമേ, വെള്ളിമൂങ്ങല ബിജുമേനം കെട്ടണ പോലെ ഏതെങ്കിലും ഒരു സുന്ദരി കൊച്ചിനെ എനിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തി തരണേ. അല്ല, കൂടെ പഠിച്ച പിള്ളേരുടെ കുട്ടികളാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു സിനിമയൊന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നാലെ പെമ്പിള്ളേരുടെ ലൈനായിരിക്കില്ലേ, അതിലേതെങ്കിലും മതിയായിരുന്നു. പ്ലീസ്. വാ വാ. Okay, I'm right. Right. I'm right. I'm right. Right. I'm right. Right. I'm right. I am right. I'm right. കറക്റ്റാ. പൊന്നു നീ ശരിക്കും കറക്റ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല കാല്. അല്ല അല്ല അച്ഛൻ പുറകിലോട്ട് ആക്കുന്നത് ഞാൻ കണ്ടതാ. ലൈനില്ല, ഇതിന്റെ കളത്തിൽ കറക്റ്റ് ആയിട്ട് ഞാൻ അല്ല അമ്മ നോക്കിയാ കളിക്കുന്നുണ്ടോ? അയ്യേ ചന്തു, നാണല്ലേ കള്ളക്കളി കളിക്കാൻ? നീ കണ്ടോ കളിക്കുന്നത്? പിന്നെ പൊന്നു പറഞ്ഞല്ലോ കള്ളക്കളി കളിച്ചത്. നിന്റെ അല്ലേ മോള് ജയിക്കാൻ വേണ്ടി പലതും പറയും. നീ ഒന്ന് വന്ന് കളിക്ക്. ആരാ കള്ളത്തരം കാണിച്ചത് എനിക്കറിയാം. എന്നാ വന്ന് കളിക്ക്. വാ കളിക്ക്. നിന്റെ അച്ഛനെ പോലെ ഞാനിവിടെ ഒരു പണി ഇല്ലാതിരിക്കുക. ഗാലറിയിൽ നിന്ന് കമന്റ് പറയാൻ ആർക്കും പറ്റും കേട്ടോ. നീ വന്ന് കളിക്കുന്നത്. അച്ഛൻ പറയുന്ന ഈ കളിക്കില്ല അമ്മയുടെ ഇമോജി പോവും. ഇമോജിയോ? അല്ല ഇമേജ് പോവും. ഇമേജ് വാ വന്ന് കളിക്ക്. വാ ഇവിടെ നീ ഇവളെ കളിയൊന്നും കാണട്ടെ ഞാൻ. നമ്മളോടാ കളി. ഞാനിത് ഇന്നെല്ലാം തുടങ്ങിയതല്ലേ ഈ കളി കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പേ കളി തുടങ്ങിയത്. അല്ല ഇതെത്ര സിമ്പിളാ. ഇത് എന്ത് ചെറിയ പിള്ളേരെ കളിക്കുന്നത്. വേറെ പണിയൊന്നുമില്ല. അങ്ങനല്ല ഇത്. മുതലാളിയുടെ പെണ്ണുമ്പിള്ളയുടെയും കൊച്ചിനും കൂടെ കളിച്ച് കാണാ. വന്നേ കംപ്ലൈന്റ് നോക്കാൻ പോവാ. മുതലാളി തോറ്റാ? ചെറുതായിട്ട് തോൽവിളേറ്റ് വാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മുതലാളി തോറ്റു കേൾക്കുമ്പോ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക്. നീ വെറുതെ തള്ളല്ലേ, നീ പണി ചെയ്തോ? പണിയെടുക്കാൻ തന്നെ വിളിച്ചേ. കംപ്ലൈന്റ് നോക്കാൻ പോവാം. എന്ത് കംപ്ലൈന്റ്? കേബിളിന്റെ കംപ്ലൈന്റ്. തന്നെത്താനങ്ങ് പോയാ മതി കേട്ടോ. അങ്ങനെ തന്നെത്താൻ പോക്ക് ഞാൻ നിർത്തി. ദാസപ്പാ, കളിച്ച് തോറ്റ് ക്ഷീണിച്ചിരിക്കുക, ഒരു ദിവസം ലീവ് കൊടുത്ത്. എന്ത് ക്ഷീണോ? എനിക്കോ അങ്ങനെ പെട്ടെന്നൊന്നും ക്ഷീണിക്കുന്നവനല്ല ഈ ചന്തുവൻ കേട്ടോ. വണ്ടി ഇടും. എന്തേ കേട്ടോ? ദാസപ്പനെ ഓടിക്കാതെ അച്ഛനെ നിന്റെ വണ്ടി എടുക്കുന്നേ? നിന്റെ അച്ഛൻ മുതലാളിയല്ലേ, പുറകിലിരുന്നാൽ വെയിലടിക്കും, അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അച്ഛൻ്റെ ഒരു ബുദ്ധി. മോളെ, മുതലാളിയാണോ തൊഴിലാളിയാണോ വണ്ടി ഓടിക്കേണ്ടത്? തൊഴിലാളി. ഡ്രൈവർ വണ്ടി എടുക്കൂ. ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റൊരു തൊഴിലാളി. ബാക്കി കളിക്കാമേ. ഇതൊക്കെ പഴയ കളിയല്ലേ, ഔട്ട്ഡേറ്റഡ് ആയി. പുതിയ പിള്ളേർ ഇതൊന്നും അല്ല കളിക്കുന്നത്. പിന്നെ നിന്റെ അച്ഛനോട് നിനക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാൻ പറ. ബൈക്ക് ഓടിക്കണമെങ്കിൽ എനിക്ക് കാലെത്തണ്ടേ? പിള്ളേർക്ക് ഓടിക്കാൻ പറ്റുന്ന ബൈക്കൊക്കെ ഉണ്ട്, കാണണോ? നോക്ക്. ഹായ്, ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ആലുവ വലിയത്ത് നാടിലാണ് ഉള്ളത്. ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. രാവിലെ തന്നെ വന്നിട്ട് നല്ല മഴയായത് കാരണം ഇപ്പോഴാണ് ഞാനിപ്പോൾ ഒന്ന് ഈ പിറ്റിലേക്ക് ഇറങ്ങിയത്. ഇത് വേറെ ആരുടെയും പിറ്റല്ല, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മഡ് റേസറായ ഫാത്തിമ നശ്വൻ്റെ പിറ്റാണ്. ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ ഞെട്ടി കഴിഞ്ഞു. ഇനി നിങ്ങളും ഞെട്ടാ റെഡി ആയിക്കോ.
ഹായ് നശു കുട്ടി, സുഖാണോ? സുഖം ഇപ്പൊ സുഖം. ഇത്രയും രാവിലെ തന്നെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ? മഴയല്ലേ? മഴയായാലും പ്രാക്ടീസ് എടുത്ത എന്തിനാ? നമ്മ എത്ര പാട്ട് കേട്ടാലും ഇത് പഠിച്ചെടുക്കും. സാധാരണ ദിവസമൊക്കെ എപ്പോഴാണ് പ്രാക്ടീസ് ഒക്കെ ഇറങ്ങാറ്? രാവിലെ പിന്നെ ഒരു വൈകുന്നേരം. ഇപ്പൊ മഴയത്തും പ്രാക്ടീസ് ഒക്കെ ചെയ്യുമല്ലേ? മഴ കൊണ്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ മഴയത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ആരും ചീത്തയൊന്നും പറയത്തില്ലേ? എന്റെ വാപ്പിയും എല്ലാരും എന്റെ വീട്ടിലത്തെ എല്ലാരും സപ്പോർട്ടാണ്. ഞാനൊക്കെ ഈ കുട്ടിയുടെ പ്രായത്തില് എപ്പോഴാന്നറിയോ സൈക്കിൾ ചവിട്ടണത്. ഞാൻ സൈക്കിള് പോയിട്ട് ഒരു കാറ് പോലും വീട്ടിൽ കൂടെ ഇങ്ങനെ കുഞ്ഞ് ടോയ് കാറ് പോലും ഓടിക്കാത്ത കുട്ടിയാണ്. അപ്പൊ മോൾ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്നിട്ട് അപ്പൊ ഈ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? ഫ്രണ്ട്സ് പറയണ്ട് നീ നന്നായിട്ട് ഓടിക്കണ്ട അങ്ങനെയൊക്കെ. എല്ലാരും സപ്പോർട്ടാണോ? അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നേ പിന്നെ എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോ ഞാൻ വാപ്പിയെടുത്ത് പോയി പറയും ഇതായി വൈകുന്നേരം നമുക്ക് പോകാന്നൊക്കെ പറയും. വാപ്പയാണ് അപ്പൊ കൂടുതലും ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇറങ്ങണത്. ആ വാപ്പിക്ക് പറ്റുകയും വാപ്പ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് മന്ത് കോയമ്പത്തൂർ വെച്ച് നടക്കുന്ന CRF വുമന്റെ റേസിന് വേണ്ടിയിട്ട് നശുകുട്ടി അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രായപരിധിയുണ്ട്. പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ല, നശുകുട്ടിയുടെ ഇത്രയും ഡിറ്റർമിനേഷനും ഇത്രയും ഹാർഡ് വർക്കും ഒക്കെ കണ്ടിട്ട് അവർ തന്നെ നശുകുട്ടീനെ ഒരു ഷോ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂർ വെച്ച് നെക്സ്റ്റ് മന്താണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് എക്സൈറ്റഡ് ആണോ? അതിനായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടോ ചെയ്യാനായിട്ട്? ആദ്യമൊക്കെ ഇച്ചിരി പേടി ഉണ്ടായിരുന്നെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചു. ആദ്യം ഈ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ഞാന് ഇത്രയൊക്കെ ഒരു സ്റ്റേജിലേക്ക് എത്തൂലെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ എന്നാലും ഇതിലെത്തിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ള പ്ലാൻസ്? എന്തൊക്കെയാണ് നശുകുട്ടിയുടെ? CRF ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോയിട്ട് കസറണം, എല്ലാം അടിപൊളിയാക്കണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഹൈഫൈ. നശുകുട്ടി, ഈ പല്ലൊക്കെ എങ്ങനെയാ പോയത്? ബൈക്ക് ഓടിച്ചു പോയതാണോ അതോ പറിച്ചു കളഞ്ഞ പല്ലാണോ? തന്നെ പറിച്ചു കളഞ്ഞാൽ അതോ കാക്കോത്തി കൊണ്ടുപോയതാണോ? എല്ലാ പിള്ളേരുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്തുകൊണ്ട് പല്ല് എങ്ങനെയാ പോയത്? കാക്കോത്തി കൊണ്ടുപോയതാണെന്ന്. ഇവിടെ അങ്ങനെയാണോ പറ്റിയത്? വാപ്പി പറിച്ചാണ്. അപ്പൊ അടുത്ത മാസത്തെ റേസിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ഒക്കെ കൊടുത്തേക്കണത്? ഒന്നാമത് കോയമ്പത്തൂര് പോണം. അതിനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനാണ്. ഈ പിറ്റിലാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണേ? പഴയ ട്രാക്കില് വെള്ളം കയറി. അപ്പൊ ഈ പിറ്റ് ആരുടെയാ? അത് ശരിക്കും ഈ സ്ഥലം ആരുടെയാ? സ്ഥലം ഇവിടെ തന്നെ അടുത്തുണ്ട്. അവരൊരു സ്ഥലമായിരുന്നു. അപ്പൊ ഈ പിറ്റൊക്കെ എങ്ങനെയാ സെറ്റ് ചെയ്തേ? മഴയത്ത് എങ്ങനെ സെറ്റ് ചെയ്തു? നശകുട്ടി വന്ന് സെറ്റ് ചെയ്തോ പിറ്റൊക്കെ കൂടെ? ഞാനും എന്റെ ഉമ്മയും എന്റെ ഇത്താത്തയും വാപ്പിയൊക്കെ എല്ലാരും കൂടെ വന്നിട്ട് അടിപൊളിയായിട്ട് വന്ന് സെറ്റപ്പ് ചെയ്തു. ഇവിടെ പുല്ല് കൊറേ ഉണ്ടായി, അതൊക്കെ പറിച്ചളിഞ്ഞു. പിന്നെ അവിടെ മണ്ണ് എടുത്തിട്ട് അവിടെ പൊക്കി വെച്ചു. അങ്ങനെയൊക്കെ ഇത് റെഡിയാക്കി എടുത്തു. അപ്പൊ എല്ലാത്തിനും കഷ്ടപ്പെട്ട് നശുകുട്ടി ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയേക്കാണ്. ഇത് ചെയ്യാണ്ട് ഞാൻ പോത്തില്ല എന്നുള്ള മട്ടില് എല്ലാം സെറ്റാക്കി എടുത്തേക്കാണ്. അപ്പൊ നശുകുട്ടിയുടെ ഡ്രീം എന്താണ്? വലുതാകുമ്പോൾ എന്താവണം ശരിക്കും? ഈ റൈഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ എന്താണ് പ്ലാനൊക്കെ? എന്താണ്? ഞാൻ വലുതാകുമ്പോൾ റൈഡറാണ്. ചൈൽഡ്ഹുഡിൽ എൻ്റെ മൈൻഡിൽ ഒറ്റൊരു കാര്യമുള്ളൂ, ഒന്നുമില്ലെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ. ഇതിലേതെങ്കിലും ഒരു കാര്യമാണ് ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിൽ അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നശകുട്ടിയെ പോലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. വലുതാകുമ്പോൾ റൈഡർ ആവണം, റേസർ ആവണം, അങ്ങനെയുള്ള കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ട്. അപ്പം നശകുട്ടി എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഹാർഡ് വർക്ക് കൊണ്ട് സക്സസ് എന്തായാലും കിട്ടുന്നുള്ള കാര്യം ഉറപ്പിച്ച് ഒരു 100 തവണ നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പം നശകുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഈ ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ എന്താ പറയാനുള്ളത്? എൻ്റെ കഴിവ് മാത്രമല്ല, എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എൻ്റെ ടീച്ചർമാരുടെ എൻ്റെ വാപ്പീൻ്റെ സപ്പോർട്ട് കാണണം ഈ കഴിവ് എനിക്ക് വന്നത്. ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ടാവും ഈ വീട്ടിൽ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് അവരെ സന്തോഷം, അവരെ എല്ലാ കഴിവുകളും അനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ
എൻ്റെ വാപ്പി സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ കൊച്ചുങ്ങൾക്ക് ആ പുതിയും കഴിവൊന്ന് പുറത്തേക്ക് എടുക്കത്തുള്ളൂ. എന്നുവെച്ചാൽ കൂട്ടി യോജിപ്പിച്ചുള്ളൂ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, കളി കാണാൻ പോകുന്നേ ഉള്ളൂ. പിറ്റിലെ നശ്വനെ നമ്മളിപ്പോൾ കണ്ടു. ഇനി നശ്വയുടെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്കറിയാം. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താ പറയും? എൻ്റെ പേര് അബ്ദുൽ കലാം ആസാദ്. എന്താ ചെയ്യുന്നത്? എനിക്ക് ബിസിനസ് ആയിരുന്നു, വണ്ടിയുടെ കച്ചവടവും വർക്ക്ഷോപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബിസിനസ് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th സ്റ്റാൻഡേർഡ്. മോനോ? ഇവൻ എങ്ങും ചേർത്തിട്ടില്ല. ഓക്കെ. അല്ല, ഇത് ഏതേ സുന്ദരിക്കുട്ടി? നേരത്തെ കണ്ട ആളെ അല്ലെങ്കിൽ വന്നേ. വാ, ഇവിടെ വന്നിരിക്കേ. വാ, കമോൺ. നേരത്തെ കണ്ട ആളെ അല്ല കേട്ടോ. എന്ത് സുന്ദരിയെ കാണാൻ. ഹെൽമെറ്റ് ഒക്കെ വെച്ചപ്പം ആളാകെ ഒരു പക്ക റൈഡർ ലുക്കായിരുന്നു. ഇപ്പൊ ദേ നോക്കിയപ്പോ എന്റെ ദൈവമേ മൊഞ്ചത്തിയാട്ടോ. എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റൂല മോളെ എല്ലാരും വാപ്പിടത്തെ ചോദിച്ചു. അപ്പൊ ഓപ്പണർക്ക് ഓടിക്കാലാ. അങ്ങനെ ചെയ്തോന്ന് അനിയൻകുട്ടിന് ഒരു രക്ഷയില്ലാണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ഹയ ഈ കഥ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സംഭവം ഉണ്ടായെന്ന് പറഞ്ഞുതരും. ഹയ പറയൂ. അത് ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കാണുമ്പോൾ ഇവള് കാണുന്ന റേസിങ് മാത്രമാണ്. അപ്പോൾ ഇവൻ പറയും, നീ എന്തിനാ ഇത് കാണണേ? പെണ്ണുങ്ങളും ബൈക്ക് ഓടിക്കില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇത് കാണണേന്നൊക്കെ ചോദിക്കും. പറയും, ഞാൻ എന്തെങ്കിലും ഓടിക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഓടിക്കും എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര തല്ലുകൊടുത്തുണ്ടാവും. നീ പെണ്ണാണ്, നിനക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവള് പെണ്ണാണെന്നൊന്നുമില്ല, ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞ് ഇവളവനെ പൊരുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞത് സഹിക്കാണ്ടായപ്പോൾ ഇവള് വാപ്പിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പി ഞാൻ പെണ്ണായതുകൊണ്ടാണ് മേടിച്ച് തരാണ്ടിരുന്നത്, എനിക്ക് ഓടിക്കണം ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് വാപ്പി പിന്നെ ഇത് അന്വേഷിച്ചിറങ്ങിയത്. പെണ്ണിനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു മറുപടിയാണ് ഇപ്പം നമ്മുടെ നശ്വക്കുട്ടി നമുക്ക് തിരിച്ചടിച്ചേക്കുന്നത്. പെണ്ണുങ്ങളെ കൊണ്ടും പറ്റും, പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ആണുങ്ങളെക്കാൾ നന്നായി ചെയ്യാൻ പറ്റും എന്ന് നമുക്കിവിടെ നശ്വക്കുട്ടി കാണിച്ചു തന്നു. പിന്നെ എന്തൊക്കെ ചെയ്താലും നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ തോക്കരുത്, തോറ്റ് പിന്മാറരുത്. നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ ഇരിക്കാനാ. നമ്മൾ അത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പാരൻസും എൻ്റെ കുട്ടികളെ അതാക്കണം, എൻ്റെ കുട്ടികളെ ഇതാക്കണം, എനിക്ക് പറ്റാതെ പോയ കാര്യങ്ങൾ എൻ്റെ കുട്ടികളിലൂടെ നിറവേറ്റണം എന്നൊക്കെ എല്ലാ പാരൻസും പറയുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ കുട്ടിക്ക് ആഗ്രഹമുള്ളത് അവൾ ചെയ്യട്ടെ എന്ന് സ്റ്റാൻഡ് എടുത്ത് നമ്മുടെ നശ്വക്കുട്ടിയുടെ ഉപ്പാക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് എന്ന് കൊടുക്കണം. അപ്പം ഈ വണ്ടി എങ്ങനെയാണ് റെഡിയാക്കിയെടുത്തത്? എവിടെ നിന്നാണ് ഈ വണ്ടി എടുത്തത്? ഇത് ഇവർ തമ്മിൽ തല്ലുകൊടുത്തും കഴിഞ്ഞ് വണ്ടി അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ഇതിന് വന്ന കാര്യം, നമുക്കിവിടെ കിട്ടാനുള്ള അവൈലബിലിറ്റിയുള്ള സാധനം കറണ്ടിൽ പറഞ്ഞ ബൈക്കാണ്. അത് ഈ മാതിരി ഇവൾ ഉദ്ദേശിച്ച ഇതിൽ ഓടിക്കാൻ പറ്റിയതല്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇല്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് കളമശ്ശേരിയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തപ്പി അവിടെ പോണതും അത് വീട്ടിൽ പറയാണ്ട് പോണത്. അവിടെ ചെന്ന് വണ്ടി സ്റ്റാർട്ടാവില്ല, ആയിരിക്കുന്ന കണ്ടീഷനിൽ അവർ തരാമെന്ന് പറഞ്ഞിട്ട് തരണം, എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിയിട്ട് പോകുന്നു. ഇവിടെ കൊണ്ടുവന്ന് ആദ്യം കൊണ്ടുവരുമ്പോൾ സാധനം സ്റ്റാർട്ടാവാണ്ട് കിട്ടിയിട്ടും ഇവിടെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക, അത് ഈ കാണാൻ നടന്നു വന്നിട്ട് കവച്ച് കയറി നിന്നിട്ട് തള്ളിക്കൊണ്ട് നടക്കുക, വീട്ടിൽ കൊണ്ട് അകത്തെ കയറ്റി വെക്കുള്ളൂ, കെട്ടിപ്പിടിച്ചിരിക്കുക. ഇതേപോലെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ലത്തീഫ് എന്ന് പറഞ്ഞ അടുത്തുള്ള പുള്ളിനും കൂടിയിട്ട് ഈ സാധനം അഴിച്ച് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് 5-ന്റെ എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിട്ടി. ആദ്യം മുറ്റത്താണ് ഞാൻ പിടിച്ചു കൊടുത്ത് പഠിപ്പിച്ച്, മുറ്റത്ത് ഒരുമാതിരി ഓടിച്ചു തുടങ്ങിയപ്പോൾ സ്പീഡ് കൂടി തുടങ്ങിയപ്പോൾ ചെടി പൊട്ടലും പ്രശ്നമൊക്കെ തന്നപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഗ്രൗണ്ടിലേക്ക് മാറ്റിയത്. ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ആദ്യം പയ്യനൊരു ഓടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത്, അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ചെറിയൊരു തിണ്ടുമാരി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതുള്ള അതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ വെറുതെ പറഞ്ഞതല്ല ഇതെന്നുള്ള മനസ്സിലായിട്ട് ഞാൻ JCB വിളിച്ചു വന്ന് ട്രാക്കൊക്കെ ഉണ്ടാക്കി, നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് അതേപോലെ ട്രാക്കൊക്കെ ഉണ്ടാക്കി സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ആൾ എൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടിച്ചു കൊടുക്കുമ്പോഴും ആ വണ്ടിയുടെ എഞ്ചിൻ പൊളിഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൊബൈലിൽ. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണപ്പോഴാണ് പിന്നെ ഈ വണ്ടി അന്വേഷിച്ച് വീണ്ടും ഇറങ്ങുന്നത്.
അങ്ങനെ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ ഇവിടെ അങ്ങനത്തെ വണ്ടി ഇല്ല. ഓൾറെഡി ഡൽഹിയിൽ എൻ്റെ കൂട്ടുകാരൻ വഴി കണക്ട് ചെയ്തപ്പോൾ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേസ് ഇവിടെ അടുത്ത് പറയാണ്ടാണ് ഈ സാധനം ഞാൻ അവിടെ നിന്ന് വരുത്തിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇവർ അറിയാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ടി വി ആണെന്ന് പറഞ്ഞാൽ ഇവിടെ കേൾപ്പിച്ച് പൊട്ടിക്കണതും പൊട്ടിച്ച് തുറക്കുമ്പോഴാണ് ഇവിടെ ഒരു ബൈക്കാണെന്ന് അറിയണതും ഇവിടെ ഭയങ്കര സന്തോഷം പറഞ്ഞാൽ കിട്ടിയപ്പോൾ പുതിയ ബൈക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ. മഞ്ജു ചേച്ചി വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? മഞ്ജു ചേച്ചി അത് ഇങ്ങോട്ട് മറവിലിട്ട് മോള് എത്രയിലും മോള് എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു. മോള് എന്റെ മനസ്സിലറിയണവരെ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി. മമ്മൂക്കാന്റെ ഒരു ആലോചനയാണ് ഞാൻ കിടന്നത്. അതുകൊണ്ടാണ് ഫുൾ ടൈം മമ്മൂക്കാന്റെ ആലോചനയാണ്. മമ്മൂക്ക വിളിച്ചില്ല, മമ്മൂക്ക കണ്ടില്ല. കുട്ടി പാട്ട് പാടോ? ആ പാട്ട് പാടും. മമ്മൂക്കൊക്കെ ഉണ്ട് ഒരു പാട്ട് പാടിയാലോ എന്നാല്? നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങും ഒരു വൻവീണയാണെന്റെ മാനസം. 6 വയസ്സുള്ള 2ാം ക്ലാസ്സുകാരുടെ വാക്കുകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇതുപോലെ പ്രചോദനം നൽകുന്ന വാർത്തകളും കഥകളുമായി വീണ്ടും കാണാം. മുതലാളി ആ ഏണി എടുത്തോണ്ട് പോരാട്ടോ. ഒക്കെ ഞാൻ തന്നെ കൊണ്ടുവരണോ? എന്നൊക്കെ പണിയെടുത്തുണ്ട്. ബൂസ്റ്റർ കംപ്ലൈന്റ് അല്ല. അതെങ്ങനെ മനസ്സിലായി? അതിൽ ആ നീല ലൈറ്റ് കത്തി കിടപ്പുണ്ട്. എന്നാ പിന്നെ ജാക്ക് പോയതാ. ഉറപ്പാണോ? ആര് ഷുവർ? നീ ഒന്ന് കേറി നോക്കണ. ഷുവർ അല്ല, ഞാൻ തന്നെ കയറണോ? എന്നാ ഞാൻ കേറാ. കേറാടന്ന് മാറ്റി പറ്റിക്ക്. അവിടെ വെക്ക്. വേണ്ടാത്ത സ്ക്രൂ എല്ലാം ഉണ്ടാവും. അതെല്ലാം അയച്ചിട്ട് പുതിയ സ്ക്രൂ ഇട്ടേക്കണം. മുതലാളി പോയിട്ട് മറ്റു ഉപകരണമൊക്കെ എടുത്തോ. പണ്ടൊക്കെ DB മീറ്റർ ആയിരുന്നു സിഗ്നൽ ചെക്ക് ചെയ്യാൻ. ഇതെന്തൊക്കെ പരിപാടിയാണ്. ഓക്കെ, ക്യാമറയും കൂടെ. ഫുൾ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവും ചെയ്യില്ല. ടെക്നിക്ക് മാറിപ്പോയില്ലേ, ടച്ചായി പോയില്ലേ. നോക്ക്, അതൊന്ന് തിരിച്ചോക്ക്. തിരിച്ചോക്കിയേ, തിരിച്ചോക്ക്. തിരിക്കണ്ടേ. ചന്തുട്ടാ, സംഗീത് എന്താ പരിപാടി? വാ. അല്ല, എവിടെ പോക? ഞാൻ റേഷൻ കട വരെ പോവാ. കിറ്റ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അല്ല, നമ്മള് ക്ലിയർ ആണല്ലോ TV എല്ലാം. അയ്യോ, ഉഗ്രൻ ക്ലാരിറ്റി അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. സൂപ്പർ ക്വാളിറ്റി. അതാണ് സുപ്രഭാതം കേബിൾ വിഷന്റെ പ്രത്യേകത. അയ്യോ, പക്ഷെ ചേട്ടാ എന്റെ വീട്ടിൽ ഡിഷാ. ചന്ദ്രൻ നെറ്റ്വർക്കിന്റെ ഡിഷ് സൂപ്പർ ക്വാളിറ്റി സാധനമല്ലേ? എന്തോ താമോടോ മുതലാളി ചമ്പിത് ഞാനേ കണ്ടുള്ളൂ, ഒന്നേ കണ്ടുള്ളൂ. നീ അധികം ഡയലോഗ് അടിക്കാണ്ട് നീ നോക്ക്. കാര്യം നോക്ക്. ആകെ 10-200 കണക്ഷൻ വന്നിട്ട് സൺ നെറ്റ്വർക്കിന്റെ മുതലാളിയാന്നാണ് വിചാരം. എന്നാ നീ അവിടെ പോയി ജോലി ചെയ്യടാ. ഒരു തമാശ പറഞ്ഞപ്പോഴേക്കും സീരിയസ് ആയിട്ട് എടുത്തോ. ഈടായിട്ട് എന്റെ ചാനലിനെ കുറ്റപ്പെടുത്തി തമാശ പറഞ്ഞ് ഇച്ചിരി കൂടുന്നുണ്ട്. ഈ എന്റെ നിന്റെ എന്നുള്ള മനോഭാവം ആദ്യം മാറ്റി നമ്മുടെ ചാനൽ എന്ന് പറ. അതിന്റെ ഒരു ആത്മാർത്ഥത എനിക്കില്ലല്ലോ. ആദ്യം നീ ആ ബൂർഷ ചിന്താഗതി അങ്ങോട്ട് മാറ്റി വെക്കി. എന്നിട്ടൊരു സാധാരണ ചാനൽ ഉടമസ്ഥനായിട്ട് എന്നെ ഒന്ന് നോക്കിയേ. എന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം നിനക്ക് കൃത്യമായിട്ട് തരും. അത് മനസ്സിലാക്കി കഴിയുമ്പോ അടുത്ത മാസം മുതൽ എനിക്ക് സാലറി വരെ നീ കൂട്ടി തന്നിരിക്കും. മനസ്സിലായോ മുതലാളി? നീ ആ വീട്ടിൽ പോയി ആദ്യം ചെക്ക് ചെയ്ത്. ഞാനത് പോയി ചെക്ക് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അതിൽ നീ മുടിച്ചേക്കുന്നത് നീ പെണ്ണാണോ? തൊഴിലാളി എന്നാൽ സൗന്ദര്യമില്ലാത്തവൻ എന്നല്ല അർത്ഥം. അടുത്ത കമ്മിറ്റി മീറ്റിംഗിൽ ഞാനൊരു കാര്യം വെക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഫീൽഡ് വർക്കിന് ഇറങ്ങുന്ന എല്ലാ തൊഴിലാളികളും കോട്ടും സ്യൂട്ടും ഇട്ട് ഇൻസർട്ട് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇവരൊക്കെ കാരണം എന്റെ ലൈസൻസ് പോകാതിരുന്നാ മതിയായിരുന്നു. ബുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? വർക്കൊന്നും ഇല്ല അല്ലേ? ആരാന്നാ ചോദിച്ചേ? കാതിലെ ഭഗവതി തന്നെ. എന്ത്? കേബിള് നന്നാക്കാൻ വേണ്ടിട്ട്. അതിനോട് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ലെങ്കിലും ഞാൻ നന്നാക്കും. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലോ ഇത് മുഴുവൻ കൊളാക്കി തന്നത്. ഞാൻ മര്യാദക്ക് അവിടെ നിന്ന് 6-ാം തമ്പുരാൻ കാണുമായിരുന്നു. ലാലേട്ടൻ ഫാനാ ഞാനും. എന്താ പേര്? പേരിട്ടിട്ടില്ല. പേരിട്ടിട്ടില്ല. അപ്പൊ മഞ്ജിമ എന്നുള്ളത് പെറ്റ് നെയിം ആണോ? ഒന്ന് പോടോടുന്ന്. രാവിലെ തന്നെ കുറെ വായി നോക്കിയിട്ട് ഇറങ്ങി. പേരിട്ടിട്ടില്ലല്ല. പിന്നെ ഞാൻ ശരിയാക്കി തരാടി ഉണ്ടക്കണ്ണി.
എന്റെ എല്ലാമല്ലേ എന്റെ ചേലത്തെ ചെമ്പരന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ എന്റെ ഒരു പാട്ട് ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കാം അവിടെ. മാറ്റേണ്ടത് ബോക്സ് അല്ല മുതലാളി, നമുക്ക് വീടേ മാറിപ്പോയി. വീട് മാറിപ്പോവാൻ വിളിച്ചതൊരാള്, വന്നതൊരാള്, കണ്ടത് വേറൊരാള്. പക്ഷെ എനിക്കിഷ്ടായി. നീ ഏത് വീട്ടിലാ പോയെ? ഈ വീട്ടിലാ? എടി നമ്മുടെ രാജേഷേട്ടന്റെ വീടല്ലേ? ഏത് രാജേഷേട്ടൻ? രാജേഷേട്ടന്റെ മോളല്ലേ നമ്മള് പുതിയ ആങ്കർ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ വരുന്ന എല്ലാ പെമ്പിള്ളേരുടെ ലിസ്റ്റ് ഞാൻ നിനക്ക് തരാം. ഓഹോ, അപ്പൊ അങ്ങനെ ഒരുപാട് പെമ്പിള്ളേരുണ്ട്, ഡയാന മാത്രമല്ല. നീ ഡയാന എന്നുള്ള പേര് ഉച്ചരിച്ചു പോലുള്ള കാര്യം പറഞ്ഞു. ആ സാരില്ല, ഞങ്ങളിനി ഒരുമിച്ച് സഹകരിക്കേണ്ടവരാണല്ലോ. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല? മുതലാളിക്ക് മനസ്സായത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാന്യമായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മാധ്യമ സ്ഥാപനമാണിത്, പൂട്ടിക്കരുത്. അക്കാര്യത്തിൽ മുതലാളിക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. വിശ്വാസം കൂടുതലുള്ളതുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യം നിന്നോട് പറയാം. അതുപോട്ടെ, ആ കുട്ടി ഏത് ഷോയാ ചെയ്യണേ? ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കലക്കും, നന്നാവും. നീ നൂൽ പൊറാട്ട കഴിച്ചിട്ടുണ്ടോ? അത് കഴിക്കണം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ കൊച്ചു പറയുന്നത്. ആണോ? അത് കേട്ട് പഠിക്കും. എന്നാ വേഗം എനിക്ക് ഇപ്പൊ പോയിട്ട് അത് കാണണം. അതെ, ആ നൂലിൽ കുരുങ്ങാതെ നോക്കിയാൽ മതി. ആ ഡയാനയുടെ കേസിൽ എനിക്കും അതാ പറയാനുള്ളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തുടക്കം മാത്രം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ആലുവ പെരുമ്പാവൂർ റോഡിലാണ്, രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഹോട്ടൽ സഹാറയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവിടെ കിണ്ണത്തപ്പം എന്ന് പറയും, അത് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. അതിങ്ങനെ പീസായിട്ട് നമുക്ക് മുറിച്ച് തരും. പക്ഷേ ഇത് സംഭവം ഇവിടെ പറയുന്നത് പൊങ്ങപ്പം എന്നാണ് പറയുന്നത്. എന്തായാലും സംഭവം നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റാണ്. ഇത് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഞാൻ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നൂൽ പൊറോട്ടയും മീൻ ഉലർത്തും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എവിടെയും കിട്ടില്ല, ഈ ഹോട്ടലിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ദേ നമ്മൾ ഹോട്ടൽ സഹാറയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ ഓണർ. ചേട്ടൻ്റെ പേരെന്ന്? അൻഫലിക്കയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ, ഞാൻ വഴി ചോദിച്ചു വന്നപ്പോൾ തന്നെ എല്ലാവരും നൂൽ പൊറോട്ട കഴിക്കാനാണല്ലേ വന്നതെന്ന് ചോദിച്ചു. അതും കൂടെ കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പം എന്താണ് ശരിക്കും നൂൽ പൊറോട്ട, എന്താണ് സംഭവം? നൂൽ പൊറോട്ട അതായത് സാധാരണ പൊറോട്ടയൊക്കെ നമ്മൾ 2 കൈ വലിച്ചു കയറണം. നൂൽ പൊറോട്ട എന്നാൽ 2 വിരൽ മതി. അതായത് ഒരുപാട് ലെയർ ഉണ്ടാവും. ഇത് അധികം ബലപ്പെടുത്തും പിടിക്കണ്ട, പൊറോട്ടയും അധികം ബലം പിടിക്കണ്ട, നേരെ നൈസായിരിക്കും, ഒരുപാട് ലെയർ ഉണ്ടാവും. ഭയങ്കര ക്രിസ്പി ക്വാണ്ടിറ്റി സാധാ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ഈ നൂൽ പൊറോട്ട. അത് ഭയങ്കര ലെയർ പോലെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നൂൽ പൊറോട്ട അല്ലാണ്ട് ഇവിടെ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്? വേറൊരു പൊറോട്ടയാണ് കൂടുതൽ പേര് അന്വേഷിച്ച് തന്നെ പൊറോട്ട ഹീറ്റായ പിന്നെ അതിൻ്റെ ഒപ്പം കറികളായിട്ട് കൂടുതൽ പോകുന്നുണ്ട്. ബീഫ് കറി, ബീഫ് ഫ്രൈ, പിന്നെ മീൻ ഉലർത്തിയത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാട്ടോ മീൻ ഉലർത്തിയത് കേൾക്കുന്നത്. നമ്മൾ ചിക്കൻ, ബീഫ്, ചെമ്മീൻ വരെ ഉലർത്തിയത് കേട്ടിട്ടുണ്ട്, പക്ഷെ മീൻ ഉലർത്തിയത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെന്താ സ്പെഷ്യാലിറ്റി? മീൻ ഉലർത്തിയത് എന്താണ്? ഡ്രൈ ടൈപ്പാണ്, ഡ്രൈ ആയിട്ടുള്ളത്, ഗ്രേവി ഉണ്ടാവില്ല ഒട്ടും തന്നെ. ഓക്കെ, മീൻ ഉലർത്തിയതും നൂൽ പൊറോട്ടയാണ് ഇവിടുത്തെ ഹിറ്റ് സംഭവം. പിന്നെ അതുപോലെ തന്നെ ബീഫ് പോകുന്നുണ്ട്, മട്ടൻ കറി പോകുന്നുണ്ട്, മട്ടന്റെ തലക്കറി പോകുന്നുണ്ട്, മട്ടന്റെ പോട്ടി ഉണ്ട്. പൊറോട്ട അല്ലാണ്ട് ബാക്കി എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി? പിന്നെ പൊറോട്ട അല്ലാണ്ട് ദോശ, മസാല, നെയ്റോസ്റ്റ്, കപ്പ ബിരിയാണി, കൊത്തു പൊറോട്ട, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി. ബിരിയാണികൾ കുറേ തരത്തിലുണ്ട്. ബിരിയാണി ഇപ്പോൾ തന്നെ മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ താറാവിൻ്റെ ഉണ്ട്. താറാവ് ബിരിയാണിയും ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഞാൻ മട്ടൻ, ചിക്കൻ, ബീഫ് ബിരിയാണിയൊക്കെ കേട്ടിട്ടുണ്ട്, മുട്ട ബിരിയാണി വരെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ താറാവ് ബിരിയാണി ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാം സ്പെഷ്യാലിറ്റികളാണ്. എനിക്കപ്പം നല്ലോണം വിശക്കുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോകാം. വരൂ. അപ്പോൾ നൂൽ പൊറോട്ട എന്താ സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷമീർ ഭായ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഷമീർ ഭായിനോട് ഓരോന്ന് ചോദിച്ച് ചെയ്യാം. ഓക്കെ ഷമീർ ഭായ്, അപ്പോൾ ഇത് സാധാ പൊറോട്ടയും നൂൽ പൊറോട്ടയായിട്ട് എന്താണ് വ്യത്യാസം? സാധാ പൊറോട്ടയുടെക്കാളും കുറച്ചും കൂടി വർക്കുണ്ട് ഇതിന്, നൂൽ പൊറോട്ടയ്ക്ക്. അപ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ നൂൽ പൊറോട്ട എന്തിന്റെ ഒപ്പമാണ് കഴിക്കാൻ ബെസ്റ്റ്? എന്താണ് ശരിക്കും ബെസ്റ്റ്? ഇതില് ബീഫ്, മീനൊലത്ത്. എന്താണ് സംഭവം? മീനൊലത്ത് കേരയുടെയാണ്, കേര ഒലത്തിയതാണ്. കേരയും
അതിൻ്റെ കൂടെ പിക്കിള് പോലെ ആയിരിക്കും അല്ലേ? പിക്കിള് പോലെ ആയിരിക്കും മീൻ ഉലർത്തിയത്. അത് ഇവിടുത്തെ ഫേമസ് ഐറ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കേൾക്കണത്. നമ്മള് ബീഫ് ഉലർത്തിയത് കേട്ടിട്ടുണ്ട്, ചിക്കൻ ഉലർത്തിയത് കേട്ടിട്ടുണ്ട്, ചെമ്മീൻ ഉലർത്തിയത് വരെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കേര വെച്ചിട്ടുള്ള സംഭവം എന്താന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണത്. നൂൽ പൊറോട്ടയും മീൻ ഉലർത്തിയതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അപ്പൊ ഈ ഹോട്ടല് തുടങ്ങിയിട്ട് എത്ര കാലമായി? തുടങ്ങിയിട്ട് 6-7 വർഷത്തോളമായി. ഓക്കെ. അപ്പം ചേട്ടൻ എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവരോടൊപ്പം തന്നെ 6 വർഷത്തോളം തന്നെ ഒപ്പം തന്നെ തുടങ്ങിയതാണ്. അപ്പൊ നമ്മൾ ഇതേ പൊറോട്ട കുഴച്ചു തുടങ്ങി. ഇനി ഇത് സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് സാധാരണ പൊറോട്ടയും നൂൽ പൊറോട്ടയും കുഴക്കണേന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മളിതില് എല്ലാം കൂടിയാണ് ചേർക്കുന്നത്. ഉപ്പ്, പഞ്ചസാര, മുട്ട, പാല് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഓരോന്നും കുഴച്ചെടുക്കുന്നത്. അപ്പൊ ഇത് ഒരു ദിവസം എത്ര നൂൽ പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഒരു ദിവസത്തില് 600-ന്റെ അടുത്തുണ്ട്. 60 നൂൽ പൊറോട്ട എത്ര? അല്ല, 600 എണ്ണം ഉണ്ടാക്കും. ഓക്കെ. ശരിക്കും ഈ സംഭവം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് സംഭവം? എവിടെന്നാ കണ്ടത്? യൂട്യൂബിലായിരുന്നു. ചൈനക്കാരുടെ ഫുഡ്. അപ്പൊ ചൈനക്കാര് ഉണ്ടാക്കിയതെന്ന് നമ്മൾ ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തി ഉണ്ടാക്കിയ സംഭവമാണ് ഈ നൂൽ പൊറോട്ട. ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് നോക്കാം ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ മൈദമാവും അതിൻ്റെ ഒപ്പം പാല്, മുട്ട, പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അതിൻ്റെ ഒരു കുഴച്ച് വെച്ചു. അവിടെ നിന്ന് ഓരോരോ ഉരുളയായിട്ട് നമ്മൾ എടുത്തിട്ട് എണ്ണയും ഡാൽഡയും മിക്സ്, അതിൻ്റെ ഒപ്പം പിന്നെ ഇച്ചിരി മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇവരിപ്പോൾ കുഴച്ച് വെച്ചേക്കാണ്. ഇനി ഇത് പരത്താൻ പോവാണ്. അപ്പം ഉരുട്ടാൻ ശ്രമിക്കുമ്പോൾ അത് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കണം. വീട്ടിൽ ട്രൈ ചെയ്യുന്ന ആൾക്കാരോടാണ് കേട്ടോ ഈ സംഭവം. സാധാരണ പൊറോട്ടയെക്കാളും 2 ഇരട്ടി നൈസായിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ഉപകരണമുണ്ട്. അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചതാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഈ സാധനം എന്തെന്നാണത്? ഇതിന്റെ പേരെന്താ? ഈ പൊറോട്ടയിനെ അരയാനായിട്ടുള്ളത് കട്ടിംഗ് ബ്ലേഡ് ആണ്. കട്ടിംഗ് ബ്ലേഡ് ആണ്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുമോ? പുറത്ത് മേടിക്കാൻ കിട്ടും. ഓക്കെ. അപ്പൊ നമുക്കിത് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ സാധനം മേടിച്ച് ഒരു തവണ ഒന്നും ഉണ്ടാക്കി നോക്കണം. കാരണം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ലോണം വിശക്കണുണ്ട്. നമുക്ക് ഒട്ടും തന്നെ ടൈമില്ല. അപ്പൊ ഇതിനകത്ത് എന്തിനാണ് ഈ ഹോൾ ഇടുന്നത്? ഹോള് നമ്മളത് കട്ട് ചെയ്യുമ്പോഴേ അതിന്റെ വീലിന്റെ ഇടയിൽ പേടാതിരിക്കും. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരഞ്ഞ് തീർക്കാം. നമ്മുടെ ദേഷ്യമൊക്കെ ഇതിനകത്ത് തീർത്തു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പി, അവർക്കും ഒന്നും പറ്റില്ല. ഈസിയസ്റ്റ് വേ ടു ഫീൽ സമ്മൺ. അതാണ് സംഭവം. കണ്ടിട്ട് തന്നെ നല്ല കൊതിയാവുന്നുണ്ട്, നല്ല വിശപ്പും ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ കൂടെ എന്താണ് എനിക്ക് കോമ്പിനേഷൻ? എന്താണ് ഇതിന്റെ ഒപ്പം കഴിക്കാൻ? ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. മീൻ ഉലർത്തിയത് കഴിഞ്ഞു. അയ്യോ, എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് മീൻ ഉലർത്തിയതില്ല. അപ്പൊ നമുക്ക് ബീഫിന്റെ കൂടെ പോവാം. അപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ടയും ബീഫ് കറിയുടെ എത്തിയിട്ടുണ്ട്. ഇനി നല്ല വിശപ്പുണ്ട്, നമുക്ക് വേഗം കഴിക്കാം. ഓക്കെ. മലയാളികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യമാണ് പൊറോട്ടയും ബീഫ് കറിയും. അപ്പോൾ ഇന്ന് നൂൽ പൊറോട്ടയും ബീഫ് കറിയാണ് നമുക്ക് എങ്ങനെ കഴിക്കും. ഇത് കണ്ടോ, അതെ പൊറോട്ടതെ അത്രയും നൈസായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊക്കെ കുറേ നൂല് പോലെ ഇതിനകത്തുണ്ട്. നല്ല വിശക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട്. വിശന്നിട്ട് വയറിനകത്ത് ഇങ്ങനെ വാഷിംഗ് മെഷീൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എങ്ങനെ കഴിക്കാം. പൊറോട്ട എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഇച്ചിരി ഗ്രേവിയിൽ മുക്കി
പിന്നെ ഒരു കഷ്ണം അതിനെ പൊതിഞ്ഞ് വേണം നമ്മൾ കഴിക്കാൻ. വാ സ്വർഗം, ആഹാ എന്താ ടേസ്റ്റ്. അപ്പോൾ അതായത് നമ്മുടെ കൂടെ അൻഫലിക്ക ഉണ്ട്. അൻഫലിക്കയാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. നമുക്ക് ചോദിക്കാതെ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന്. ഇതെങ്ങനെ കണ്ടുപിടിച്ചത് സംഭവം? ഇതിൽ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ലോക്ക്ഡൗണിലൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് യൂട്യൂബ് വെറുതെ മൊബൈലൊക്കെ നോക്കിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചൈനക്കാരെന്തോ ചെയ്യുന്ന കണ്ട്. അപ്പോൾ അവരെ ആദ്യം കത്തിക്കൊണ്ടാണ് പറയണത്. അത് ആദ്യം നമ്മളിവിടെ പരീക്ഷ കത്തിക്കൊണ്ട് അപ്പോൾ അത് വിജയിച്ച് നമ്മുടെ പൊറോട്ടക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് പുള്ളി അത് ചെയ്ത് പിന്നെ ആൾക്കാർ ഓരോരുത്തരെ അറിഞ്ഞു തുടങ്ങി വന്ന് അങ്ങനെ ഹിറ്റായതാണ്. അപ്പം നമ്മൾ ചൈനക്കാരുടെ നിന്ന് മോട്ടിച്ചിട്ടാണെങ്കിലും സംഭവം അവസാനം വന്നപ്പോഴേക്കും കളറായിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഗ്രേവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസി ആയിട്ടുള്ള ഗ്രേവി. എന്തായാലും മീനുലർത്ത് കഴിക്കാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട്. പക്ഷേ അതിനേക്കാളും അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ കഴിച്ച ബീഫ് കറി. അടിപൊളി സംഭവമാണ്. മീനുലർത്താണ് ഇത് ഇവിടുത്തെ മെയിൻ. അപ്പം ഇത് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി സ്ഥലം എവിടെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും. സ്ഥലം ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. സംഭവം ഉഗ്രനാണ്, ഒരു രക്ഷയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ടുണ്ടല്ലേ? ആ എനിക്കിഷ്ടായി. നീ എന്താ ദാസപ്പോ ഒന്നും പറയാതെ? എനിക്ക് ഇഷ്ടായില്ലേ? എനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടായി. കഴിച്ചോടാ. എന്റെ അഭിപ്രായത്തിൽ ദാസപ്പം കഴിക്കാൻ വൈകി. ആണല്ലോ ചേച്ചി? ദാസപ്പൻ ധൈര്യം കഴിച്ചോ? നിങ്ങൾ ഇത്ര വേഗം സമ്മതിച്ചോ? കഴിക്കടാ. പാവണ്ടല്ലേ, അവനൊരെണ്ണം ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ പറ്റേ അവളെ എന്നാലും ഇവരൊക്കെ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇനി എൻ്റെ അച്ഛനെ ഒന്ന് സമ്മതിപ്പിക്കണം. അത് പിന്നെ ചന്തു നോക്കിക്കോളൂ. ആ കുട്ടിക്കെന്നെ ഇഷ്ടാവോ? അല്ല, ഇത്രയും സൗന്ദര്യമുള്ള എന്നെ ഇഷ്ടപ്പെടാതെ വയ്യ. ഉണ്ടക്കണ്ണിയുടെ ഉണ്ട, ഉണ്ടക്കണ്ണിയുടെ ഉണ്ണിക്കണ്ണി. സുപ്രഭാതത്തിൽ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന ചുള്ളത്തി എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ് ഇനിയുള്ളത്. ആ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഇടയിൽ ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളുള്ള, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശ്രീപതി പണ്ഡിതരായിട്ടുള്ള ബാലസുബ്രഹ്മണ്യം, ആ പേര് കേട്ടപ്പോൾ ഇതാരാണെന്ന് തോന്നിയോ? ഷോർട്ട് ഫോം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. SPB, നമ്മുടെ ഹൃദയത്തിന്റെ താളം കൂട്ടുന്ന ആ ശബ്ദമാന്ത്രികൻ SPB. SPBയുടെ പാട്ട് കേൾക്കാതെ എൻ്റെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാറില്ല. എസ്പെഷ്യലി രാത്രി ഒരു പാട്ട് കേട്ടിട്ടേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ എന്നുള്ള സത്യം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് SPBയുടെ വോയിസിൽ പാട്ട് പാടുന്ന ഡാനിഷ് കുര്യനാണ്. ഹലോ. ഹലോ, നമസ്കാരം. എവിടെയാ ശരിക്കും സ്ഥലം? ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നീലേശ്വരത്ത് നിന്ന് 23 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് കിനാനൂർക്കര പഞ്ചായത്തിൽ കോളംകുളം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, അത്രയും പറഞ്ഞു തന്നെ ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമാവട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ ഇപ്പൊ അവിടെ പോയിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും നീലേശ്വരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കാവ്യമാധവന്റെ നാടായിട്ടാണ് പെട്ടെന്ന് കണക്ട് ആവുന്നത് അല്ലേ? കാവ്യമാധവന്റെ തറവാട്. SPBയുടെ വോയിസിൽ പാട്ട് പാടി തുടങ്ങിയിട്ട് എത്ര കാലമായി ശരിക്കും? SPBയുടെ വോയിസിൽ പാടാൻ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷം ആയിട്ടുണ്ട്. പക്ഷേ SPBയുടെ വോയിസ് എന്ന് അറിയില്ല. പാടാൻ ഗാനമേള വേദികളിലൊക്കെ പോകുമ്പോൾ കുറച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും SPBയുടെ പാട്ടുകൾ ശങ്കരാഭരണം അങ്ങനെയുള്ള ചില പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അത് പാടണം, അത് നിൻ്റെ സൗണ്ടിന് മാച്ചിങ് ആവുന്നുണ്ടെന്നിട്ട് അങ്ങനെ പാടി തുടങ്ങിയാണ്. പിന്നെ SPBയുടെ ഈ മരണ സമയത്ത് പെട്ടെന്ന് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് SPBയുടെ സൗണ്ടിനോട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെ മാധ്യമങ്ങളിലൊക്കെ പെട്ടെന്ന് വൈറലായി. അങ്ങനെയാണ് എനിക്കും ശരിക്കും മനസ്സിലാകുന്നത് എന്തോ ഒരു സാമ്യം ഉണ്ടോ എന്ന് എനിക്കും സംശയം തോന്നിയത്. അപ്പോൾ അതുവരെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാടുക, അതുപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ പാട്ട്, അപ്പോൾ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷം അത് പാടുമ്പോൾ. ഏകദേശം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും എന്നില്ല, അത് അങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. ശരി, അപ്പൊ അത്രയും പറഞ്ഞത് എനിക്കൊരു പാട്ട് പെട്ടെന്ന് കേൾക്കാൻ ഉള്ള ഒരു കൊതി. SPBയുടെ ഏത് പാട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്? SPBയുടെ ശങ്കരാഭരണ മൂവിയിൽ പാടിയ ശങ്കര എന്നുള്ള പാട്ട്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്ധര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനങ്കമതാപഹാരം വാരാ
വാരാണസി പുറപതി ഭജ വിശ്വനാഥം വാചാമഗോചരമനേക ഗുണസ്വരൂപം വാകീശ വിഷ്ണുസുരസേവിത പാദപീഠം വാമേണ വിഗ്രഹവരണ്യകളത്രവക്തം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരഹരാ ജീവേശ്വരാ ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരഹരാ ജീവേശ്വരാ ശങ്കരാ ప్రాణమునివని గానమే నీతని ప్రాణమే గానమని మౌన విచక్షణ ధ్యాన విలక్షణ రాగమే యోగమని ప్రాణమునివని గానమే నీతని ప్రాణమే గానమని మౌన విచక్షణ ధ్యాన విలక్షణ రాగమే యోగమని నాతోపాసన చేసిన వాడను నీ వాడను నేనైదే నాతోపాసన చేసిన వాడను నీ వాడను నేనైదే ధిక్కరింద్రజిద హిమగిరీంద్ర సిద కంతరా నీలకంతర శుత్రులరుగ నీరుద్ర వీణ నిద్రగానమిది అవతరించరా విధితరించరా శంకరా నాథ శరీరా పరా వేద విహారహరా జీవేశ్వరా శంకరా അതിഗംഭീരമായി നമ്മളൊരു എന്താ പറയാ SPBയുടെ ശബ്ദം അനുകരിക്കുക എന്നതിലുപരി ആ പാട്ട് നന്നായി പാടി. പിന്നെ SPBയുടെ പാട്ട് കേൾക്കുമ്പോൾ പോലെ തന്നെ നമുക്ക് ആ ഒരു ലയിച്ച് പാടലും ആ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും എല്ലാം ഗംഭീരമായി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ ശരിക്കും വേറെ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. അത് ശരി. SPB തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? അതും പാടാറുണ്ട്. ഗാനമേളക്കെല്ലാം സ്റ്റേജുകളിലൊക്കെ അതൊക്കെ പാടാറുണ്ട്. അത് ശരി. എത്ര കാലമായി ഇങ്ങനെ പാട്ട് പരിപാടികൾ അല്ലെങ്കിൽ ഗാനമേള പരിപാടികളൊക്കെ തുടങ്ങി? പാട്ട് ചെറുപ്പം മുതലേ പാട്ട് പാടാറുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ പാടാറുണ്ട്. 2 ഗുരുക്കന്മാരുണ്ട് എനിക്ക് സംഗീതം കുറച്ച് പഠിപ്പിച്ച്. ഞാൻ അധികം പഠിച്ചിട്ടില്ല. ആകെ ഏതാനും മാസങ്ങളെ പഠിച്ചിട്ടുള്ളൂ ശാസ്ത്രീയമായിട്ട്. 2 ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അവരെ പേരും കൂടി ഒന്ന് പറയാണ്. ഒന്ന് കുന്നംകീലുള്ള ജോയ് മാഷ്, ഒരു P കുമാരൻ മാഷ് എന്നാണ്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് ഏതാനും മാസങ്ങളെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ ചെറുപ്പത്തിൽ. പക്ഷേ ഇതിൽ ഞാൻ അവരുടെ കൂട്ടത്തിലടക്കം പ്രോഗ്രാം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഗാനമേള പ്രൊഫഷണലായിട്ട് ട്രൂപ്പിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ? ഇപ്പോൾ 2 വർഷമായിട്ട് ഒന്നുമില്ല. പ്രോഗ്രാം എല്ലാം വെഡിങ് പ്രോഗ്രാം അങ്ങനത്തെ ഒന്നുമില്ല. സ്റ്റേജിൽ നിന്നുള്ള വരുമാനമൊക്കെ പൂർണ്ണമായിട്ടും സ്വാഭാവികമായിട്ടും എല്ലാം കോവിഡ് വന്ന പിന്നെ നിലച്ചു. സ്റ്റേജിൽ നിന്നും ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഫീൽഡിലും ഒന്നുമില്ല. ഈ അവസ്ഥ മാറട്ടെ. ഡാനിഷിന് ഗായകൻ എന്ന രീതിയിൽ നല്ല നല്ല അവസരങ്ങൾ തേടി വരട്ടെ. ആരെങ്കിലും ഇപ്പൊ ഈ ഓൺലൈനിലൊക്കെ കണ്ട് വിളിക്കുവോ? എന്തെങ്കിലും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ തുറന്നു? ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. നമ്മള് ചലച്ചിത്ര നടൻ മധുപാൽ സാറ് വിളിച്ചു. കുറേ സമയം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉള്ളൊരു പാട്ട് ഞാൻ പാടിയായിരുന്നു. പാൽ നിലാവിലും പവനിതൾ പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം സോങ് SP പാടി. അത് ആരോ മൂപ്പർക്ക് അയച്ചു കൊടുത്തിട്ട് ആ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ച് കുറേ സമയം സംസാരിച്ചു, വർത്താനം പറഞ്ഞു. അവന് ഓഫറുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. പിന്നെ
ആന്ധ്രാപ്രദേശ് അശ്വിനി ദത്ത് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, SPBയുടെ അടുത്ത ഫ്രണ്ടാണ് അദ്ദേഹം. അത് ഞാനൊരു ലിംഗാഷ്ടകം എന്ന് പറഞ്ഞൊരു ശിവസ്തുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ പാടിയിട്ടിരുന്നു. അത് കേട്ടിട്ട് മൂപ്പര് വിളിച്ചിട്ട് മൂപ്പരും അങ്ങനെ ഓഫർ തന്നിട്ടുണ്ട്. കൊറോണയൊക്കെ മാറി ഒരു സിനിമ വർക്കുകളൊക്കെ തുടങ്ങുമ്പോൾ വിളിക്കും, അങ്ങോട്ട് വരണം, അപ്പോൾ അവിടുന്ന് നമുക്ക് അവിടുത്തെ സ്റ്റുഡിയോയിലൊന്ന് പാടി റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ സാധനം ശ്രദ്ധിച്ചത്, മധുപാൽ സാറ് പറഞ്ഞ പാൽനിലാവിനും പവനിതൽ പൂക്കളെ എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ രണ്ടുപേരും മ്യൂസിക് ഒന്നും വേണ്ട, ഒന്ന് കേൾക്കാൻ. ഓക്കെ, പാടാം. പാൽനിലാവിലേ പവനിതൾ പൂക്കളെ താലോലമീ പാടാമിനി ആരാരീരോ പാൽനിലാവിലേ പവനിതൾ പൂക്കളേ. ഈ പാട്ടിന് ഞാൻ SPBയുടെ പാട്ടുകളാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ തരാൻ പോകുന്നത് നമ്മുടെ ദാസേട്ടൻ്റെ ഒരു കാരിക്കേച്ചറാണ്. ഇവിടെ നമ്മുടെ ഇതുപോലെ ഈ പ്രോഗ്രാമിൽ വന്ന സത്യരാജ് എന്ന് പറഞ്ഞ ചേട്ടൻ വരച്ചതാണ്. ഇതാണ് താങ്കൾക്കുള്ള സമ്മാനം. ഒരു സന്തോഷമായിട്ട് ഞങ്ങളുടെ വക. അപ്പോൾ ഡാനിഷിൻ്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ടേ നമ്മളിന്ന് പിരിയുന്നുള്ളൂ. ഇതുപോലെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അല്ലെങ്കിൽ ചുള്ളത്തിമാർക്കൊക്കെ പങ്കെടുക്കാം, സ്പെഷ്യൽ ടാലൻറ്റുമായിട്ട്. അങ്ങനെ പങ്കെടുക്കാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ കണക്ട് ചെയ്യുക, ഞങ്ങളെ വിളിക്കുക. പാടിയാലോ നമുക്ക് ഒരു അടിപൊളി പാട്ട്? ഓക്കെ. SPB സാറ് ശങ്കരാഭരണം എന്ന മൂവിയിൽ തന്നെ പാടിയ ഓംകാരനാഥാനു എന്നുള്ള ഒരു പാട്ട്, ആ പാട്ടാണ്. അതാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പാട്ടുകൾ. അത് രണ്ടും മെയിനായിട്ട് പാടുന്നത്. ശരി. ഓംകാരനാദാനുസന്ധാനമൗഗാനമേ ശങ്കരാഭരണമോ ഓംകാരനാദാനുസന്ധാനമൗഗാനമേ ശങ്കരാഭരണമോ ശങ്കരാഭരണമോ శంకరగళనిగళము శ్రీహరిపదకమలము శంకరగళనిగళము శ్రీహరిపదకమలము రాగరత్నమాలికా తరళము శంకరాభరణము